കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത തുക പരാതിക്കാർക്ക് നൽകാൻ നടപടി തുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ സഹകരിക്കുന്നില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. തട്ടിപ്പിന്റെ ഇരയെന്ന നിലയിൽ ബാങ്കിനാണ് കോടതി വഴി തുക കൈമാറേണ്ടത്. ഇക്കാര്യം 3 മാസത്തിനിടെ 10 തവണയെങ്കിലും ബാങ്കിനെ അറിയിച്ചിട്ടും അഡ്മിനിസ്ട്രേറ്റർ പ്രതികരിച്ചിട്ടില്ല. ഇടപാടുകാരുടെ വിവരങ്ങൾ ബാങ്കിന്റെ കൈവശമാണുള്ളത്. പണം ഇടപാടുകാർക്ക് നൽകുന്നതിന് ബാങ്ക് കോടതിയിൽ അപേക്ഷ നൽകണം. ബാങ്ക് തയ്യാറായില്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയെ ED സമീപിക്കും. ഇരകളിൽ പലരും പണം മടക്കി കിട്ടാൻ കേസുകൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിനിരയായവർ മുന്നോട്ട് വന്നാൽ നടപടികൾ എളുപ്പമാകും. കരുവന്നൂർ കേസിൽ 2ാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർമാരായ S. സിമി, P. രാധാകൃഷ്ണൻ, P. വിനോദ് കുമാർ എന്നിവർ അറിയിച്ചു. കൊടകര കളപ്പണ കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കണ്ടല ബാങ്ക്, പോപ്പുലർ ഫിനാൻസ്, ഹൈറിച്ച്, കേച്ചേരി ഗ്രൂപ്പ് ഓഫ് ബിസിനസ്, മാസ്റ്റേഴ്സ്, ഫിൻസർവ് കേസുകളിലും ഇരകൾക്ക് പണം തിരിച്ചു നൽകാൻ ED സമാന നടപടികൾ സ്വീകരിക്കും. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ പണം കൈമാറുന്നത്.